90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. Hi, hello, welcome all of you, and now you're watching Star Magic. ശരിക്കും എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും നല്ല നല്ല പാട്ടുകൾ കേട്ടാൽ നല്ലൊരു മൂഡ് സ്വിംഗ് ആണ് അല്ലെ. പെട്ടെന്ന് ആ ഒരു ടെൻഷൻ നമുക്ക് മാറി കിട്ടും. ഇതുപോലെ തന്നെയാണ് കുറച്ചധികം നേരം തമാശകളൊക്കെ കണ്ട് കൂടെ പൊട്ടിച്ചിരിക്കുകയാണെങ്കിലോ. അപ്പോൾ ഇന്നൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, നിങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കാനായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. സോ ടെൻഷൻ ഫ്രീ ആക്കാനായിട്ട് ആരൊക്കെയാ വരണേന്ന് അറിയണ്ടേ? ഞങ്ങളുടെ ക്യാപ്സ്യൂൾസ്. ലെറ്റ്സ് വെൽക്കം ദ എൻറ്റർടൈൻ ടു സ്റ്റാർ മാജിക്. ഒരാളും കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. ഗസ്റ്റ് അല്ല, നമ്മുടെ ഇൻ ഹൗസ് ഫാമിലി മെമ്പർ തന്നെയാണ്. ആൻഡ് എന്താ പറയാ, ശരിക്കും ഒരു പൊൻതൂവൽ ഈ ഒരു വർഷം ആ ഒരു ആർട്ടിസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അത് നമ്മളിലേക്കും കൂടെ ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയ ഒരു അഭിമാന നിമിഷമായിട്ട് മാറിയിരിക്കുക. നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ചിലർക്ക് ഭയങ്കര കഴിവുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു ഭാഗ്യമില്ല, വേണ്ടത്ര അർഹിക്കുന്ന ഒരു പുരസ്കാരം അവരിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഒരു സൂപ്പർ ടാലന്റഡ് ആർട്ടിസ്റ്റ് ഈ വർഷത്തെ, അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഫെസ്റ്റിവൽ ഇത്ര പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ വർഷത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഒപ്പം ക്രിട്ടിക്സ് അവാർഡും കൂടെ നേടിയെടുത്ത നമ്മുടെ സ്വന്തം സ്വാസിക. അപ്പോ മികച്ച സ്വഭാവ നടിക്കുള്ള ആ ഒരു അവാർഡ് ജേതാവ് നമ്മുടെ ഇൻ ഹൗസ് ഫാമിലി മെമ്പർ നമ്മുടെ സ്വാസുവിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. ഇത് സ്റ്റാർ മാജിക് ടീമിന്, നമ്മുടെ ഠമാർ പടാർ ടീമിന് അഭിമാന നിമിഷം. So let's welcome വിചാരിക്കാറുള്ള ഒരു കാര്യമാണ്, മലയാള സിനിമ സ്വാസികയെ വേണ്ട രീതിയിൽ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. അതിനൊരു ശരിക്കും ഉള്ളൊരു ഉത്തരം ദാ ഈ ഒരു കൊറോണ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മോശമായിട്ടുള്ളൊരു വർഷമായിരുന്നു. പക്ഷേ സ്വാസികയെ സംബന്ധിച്ചിടത്തോളം 2 അവാർഡ്സ് ആണ്. ഒന്ന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, അതുപോലെ തന്നെ ക്രിട്ടിക്സ് അവാർഡ്സ് അല്ലേ. എന്താ പറയാനുള്ള ഈ ഒരു മൊമെന്റില്? അവിടെ നിന്നുള്ള എൻട്രി ഒക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇങ്ങനത്തെ എൻട്രി ഒന്നും വേണ്ടാന്ന് തോന്നിപ്പോയി. കാരണം ഞാൻ ഈ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഒരു എൻട്രി ഒക്കെ കിട്ടിയപ്പോൾ ഇവിടെ നിന്നാ ഇപ്പോഴും എന്റെ ഹാർട്ട് ബീറ്റ് നിന്നിട്ടില്ല. എന്താ പറയാന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ളതാണ്. ഭയങ്കരമായിട്ട് കൂടി അതായത് അവാർഡ് കിട്ടിയൊക്കെ സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ നാളെ, ഓൾമോസ്റ്റ് 2 വർഷമായി നമ്മളിത് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ തന്നെ മറന്നുപോയി ഇങ്ങനെ ഒരു വാസന്തി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു, അതൊക്കെ നമ്മൾ വിട്ടു.
ഞാനൊരു നോർമൽ എല്ലാവരും സ്റ്റേറ്റ് അവാർഡ് കാണാനിരിക്കുന്ന പോലെ ഞാനും ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മികച്ച സിനിമ, മികച്ച അത് ഇതെന്നൊക്കെ പറഞ്ഞ് വന്നത്. അപ്പം ആ സമയത്ത് എന്താ ഉണ്ടായെന്ന് സത്യത്തിൽ തലയിറങ്ങി വീണോ? തല ഇറങ്ങി വീണതല്ല, ഞാനൊന്നിങ്ങനെ ഭയങ്കര ഷിവർ ചെയ്തിട്ട് എനിക്ക് അമ്മ അടിച്ചു, അടിച്ചു അമ്മേ സെറ്റി കിടന്നിട്ട് ഇങ്ങനെ ശരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എന്താ പറയാ, ഭയങ്കര ഒരു ആക്ച്വലി ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഈ പ്രിവ്യൂ, അതായത് വാസന്തിയുടെ പ്രിവ്യൂ കണ്ടവർ തന്നെ അന്ന് പറഞ്ഞിരുന്നു, അതായത് സ്വാസിക നന്നായിട്ട് ചെയ്തിരുന്നു, ഒരു അവാർഡിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നൊക്കെ. മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ എനിക്ക് കിട്ടുന്ന എവിടെയെങ്കിലും ഒരു ഹോപ്പ്? അതായത് ഞാൻ ഭയങ്കര ഈ സിനിമയിൽ വരാൻ ആഗ്രഹിച്ച അന്ന് മുതൽ, അത് ഏത് 8-ൽ 9-ൽ അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു അവാർഡ് കിട്ടണം എന്ന്. ആ പ്രായം മുതൽ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നടക്കുമോ നടക്കില്ലയോ അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഞാൻ എപ്പോഴും എനിക്കൊരു അവാർഡ് കിട്ടാം. ഞാൻ ബാത്റൂമിൽ പോയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ഷാമ്പൂവിന്റെ ബോട്ടിൽ പിടിച്ചിട്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം. ഇതൊക്കെ എപ്പോഴും കാറ് ഒരാള് നാളെ മുതൽ ബാത്റൂമിലേക്ക് വെച്ചിട്ട് അവാർഡ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാനുള്ള ഇങ്ങനെ നിന്ന് കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ വക നമുക്ക് ആ ഒരു മൊമെന്റോ ഇപ്പൊ അങ്ങോട്ട് കൊടുക്കാം, ആ ഒരു അവാർഡ് അങ്ങോട്ട് കൊടുക്കാം. സോ എന്താണ് ഇനി പറയാൻ പോകുന്നത്? എപ്പോഴും ഒരുപാട് ഇങ്ങനെ റിജക്ഷൻ ഡിപ്രഷൻ, അങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ. എവിടെ വന്നാലും വിജയിക്കില്ല, എല്ലാം ഇങ്ങനെ ഫ്ലോപ്പ്. സിനിമ ചെയ്താലും ഇറങ്ങില്ല. എൻ്റെ ഒരുപാട് ഇറങ്ങാത്ത സിനിമകളുണ്ട്, ഒരുപാട്. അവാർഡ് കിട്ടാൻ വേണ്ടി അറിയില്ല, അത് അല്ല വർഷങ്ങളെ ഞാൻ 10-ൽ പഠിക്കുമ്പോൾ മുതലുള്ള സിനിമകൾ ഇനിയും ഇറങ്ങിയിട്ടില്ല. അതിന്റെ എല്ലാം കൂടെ കൂട്ടി പലിശയുടെ പലിശയും കൂട്ടുപലിശയായിട്ട് കിട്ടിയില്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് ഡിപ്രഷൻ അടിച്ച് അല്ലെങ്കിൽ ആ സ്ട്രെയിൻ അടിച്ച് ഇനി എനിക്ക് വേണ്ട, ഞാനിത് വിടുകയെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി. അതെ തീർച്ചയായിട്ടും. ആദ്യം മുതൽ എനിക്കൊരു ലക്കി ചാനലാണ് സീത. ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം ഈ ടമാർ പടാറും സ്റ്റാർ മാജിക്കിനും ഒക്കെ മുന്നേ സെലിബ്രിറ്റി ലീഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലൂടെ അനൂപേട്ടൻ ഈ ഷോ തുടങ്ങിയപ്പോൾ അന്ന് ഞാൻ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഈ ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനവും അതൊക്കെ ഭയങ്കര വലുതായിരുന്നു. എവിടെ പോയാലും എൻ്റെ ഡാൻസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഫ്ലവേഴ്സ് ആണ്. എല്ലാ പ്രോഗ്രാമിൽ വരുമ്പോൾ എൻ്റെ ഡാൻസ് വെക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഈ ഫാമിലിയിൽ ഇങ്ങനൊരു എന്താ പറയാ, പൊസിഷൻ എന്ന് പറയുന്നില്ല, എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ അവസ്ഥയല്ല പൊസിഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ചിട്ടൊക്കെയുള്ള ഒരു മൊമെന്റിൽ സന്തോഷമായിട്ടുള്ള ഒരു അവസരത്തിൽ വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്താ പറയാ, എല്ലാവരോടും ഇവിടത്തെ ഉള്ള എല്ലാ ടീം മെമ്പേഴ്സിനോടും നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും, ഇവിടെ വരാത്ത കുറേ പേരുണ്ട്, നോബി ചേട്ടൻ, അവരൊക്കെ എന്നെ വിളിച്ചിരുന്നു, നോബി ചേട്ടനും സുധി ചേട്ടനും ലക്ഷ്മി ചേച്ചിയൊക്കെ, എല്ലാവരോടും താങ്ക് യു. അപ്പൊ ഇതെല്ലാം ഇനി നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഒരു സ്നേഹ ആദരവാണ് സ്വാസികയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നൽകാൻ പോകുന്നത്. അപ്പോ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും സ്വാസുവിന്റെ ഒരു ഫാമിലി തന്നെയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹോം എന്ന് വേണം പറയാനായിട്ട്. സീതയിലൂടെ തുടക്കം, ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ. അപ്പൊ ഇതിലും ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറായി നമ്മുടെ ഈ ഷോന്റെ ഭാഗമായി നമ്മുടെ ഇൻഹൗസ് ഫാമിലി മെമ്പർ വന്ന് നിൽക്കുമ്പോൾ ഇനി നമ്മുടെ ഒരു സ്നേഹ ആദരവാണ് സ്വാസുവിന്. അപ്പം എല്ലാവരും കൂടെ ചേർന്ന്, ചേട്ടന്മാരെല്ലാവരും ഒന്ന് വരൂ, എല്ലാവരും വരൂ, എല്ലാവരും. Once again, congratulations, Star State Award winner Swastika Vijay. Swasu, എന്താ പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ലൈഫ് ലോങ് അതിനുള്ളൊരു ഭാഗ്യം ദൈവം ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും നാളും. ആ ഒരു ഡ്രീമാണ്. അപ്പം ദൈവം എന്നെ ഇനിയും അനുഗ്രഹിക്കും. ആൻഡ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അമ്മയ്ക്കും ഫാമിലി മെമ്പേഴ്സിനും, പിന്നെ ഓരോ രീതിയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് ഒരു ഭാഗമാണ്. എൻ്റെ ഗുരുക്കന്മാർ നസീർ സാറാണെങ്കിലും ഗിരീഷ് സാറാണെങ്കിലും എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ മമ്മ സാറും ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്. സോ താങ്ക് യു സോ മച്ച്. വാസന്തി എന്ന് പറയുന്ന അത്രയും വലിയൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച്
ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച റഹ്മാൻ ബ്രദേഴ്സ്, ആ ഡയറക്ടേഴ്സിനും സിജു വിൽസൺ അതിൻ്റെ പ്രൊഡ്യൂസർക്കും ആൻഡ് ഞങ്ങളുടെ എൻറ്റയർ ടീമിനും താങ്ക് യു സോ മച്ച്. ആർട്ട് ഡയറക്ടർ, വാസനയുടെ ആർട്ട് ഡയറക്ടർ നമ്മുടെ തന്നെ ആ ടീമിലുള്ള ശ്രീജിത്ത് ഭായി ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ്. അപ്പൊ ഒരു സ്റ്റേറ്റ് അവാർഡ് നമുക്ക് മേടിക്കണ്ടേ? അപ്പൊ ഈ സ്റ്റേറ്റ് അവാർഡ് വിന്നറിനോട് എന്താ പറയാനല്ലേ? എനിക്ക് പറയാനുള്ളത്, ദൈവം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ കലാകാരന്മാരായിട്ട് ജനിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം, സത്യം, ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഈ ഇട്ടവട്ടത്ത് കിടക്കുന്ന നമ്മളെ കലാകാരനായതുകൊണ്ട് മാത്രമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരിച്ചറിയാൻ പറ്റിയത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവം തലയിൽ ഒരാളുടെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വന്ന് ചേരും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സ്വാസുവിന് കിട്ടിയ ഈ അവാർഡ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ സ്വാസുവിന് ഒരു വലിയ കൺഗ്രാറ്റ്സ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ദിസ് ഈസ് സ്റ്റാർ മാജിക്. ഇനി കളർ മാറാട് പോലെ. ശരി, സ്റ്റാർ മാജിക്കിലേക്ക് നമ്മളൊരു കിടക്കൻ ഗെയിമിലേക്ക് പോകാൻ പോവാണ്. അതായത് നമ്മൾ ബലൂൺസ് വെച്ചിട്ട് എപ്പോഴും നമ്മൾ കളിക്കാറുണ്ട്. അതിൽ വെള്ളം നിറച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് പോണേ. കുറേ പേര് പറഞ്ഞു ഇത്ര നാളായി വാട്ടർ ഗെയിംസ് കളിച്ചിട്ട്. എന്നാ പിന്നെ ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് എന്താ രണ്ടുപേരും സുഖാണോ? സുഖാണ്. ശരി, ഓക്കെ, നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേര് നൂൽപന്ത്. ശരി, അപ്പൊ നൂൽപന്ത് എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കും. ഒരു ടീമിൽ നിന്ന് 2 പേര് വെച്ചിട്ടായിരിക്കും. ഇവിടെ 2 പേരും ഇവിടെ 2 പേരും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഡെമോന് വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം ജസ്റ്റ് കാണിക്കാം കേട്ടോ. അതായത് നൂലില് നമ്മൾ ഇവിടെ ഹുക്കില് ഒരു വാട്ടർ ബലൂൺ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യണം. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഐശ്വര്യം ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം അനുവിന് ഒരു ഹുക്ക് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ നൂലിന്റെ അറ്റം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹുക്ക് കാലിൽ കൊണ്ടിടണം. ഓക്കെ, എന്നിട്ട് ഇത് പതുക്കെ വലിച്ചിട്ട് പൊട്ടിക്കണം. നമ്മുടെ ക്യാപ്പിന്റെ മുകളിൽ ഒരു നീഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ കുത്തി പൊടിക്കണം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ അങ്ങനെ കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. നോക്കാം, നമുക്ക് കളിക്കല്ലേ? സോ ഏതായാലും നമ്മൾ ഇനി നൂൽപന്തിലേക്ക് പോകുമ്പോ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അസിസ്ക, ഭയങ്കര അനാലിസിസ് ആണല്ലോ. സൈഡ് ഇട്. ആ, അങ്ങനെ. അനു പുറത്തേക്ക് വരൂ പൂളിന്റെ. സൂപ്പർ. രണ്ടുപേരും 1 പോയിന്റ്. ഇവിടെ 2. ഇവിടെ 2 ആൻഡ് അനുവിന്റെ ടീമിന് 1 പോയിന്റ് ആണ്. വെരി ഗുഡ്. 3-1. 3 ഐഡി. അസിസ്കയുടെ ടീം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 പോയിന്റ്സ് ആൻഡ് അവിടെ 1 പോയിന്റ്. വെരി ഗുഡ്. 3-2. Well done, my boy. Very good. Very good. 4. ഇവിടെ 3. Guys. 4 equal. Very good. 5-4. ഇതെന്തോടെ അനുവിഞ്ഞ് വന്നോടെ? നീന്തി വന്നാ തല കുനിക്കരുത്. ഈ അനു എന്ത് കിടന്ന് കാണിക്കുന്നേ? അകലം നോക്ക്. അനു എന്തായാലും ഒരു ബ്രില്യന്റ് പ്ലേ ആയിരുന്നു രണ്ട് ടീമിന്റെയും. ഇവിടുത്തെ കറക്റ്റ് 5-5 വന്ന സമയത്തായിരുന്നു ഒരു പോയിന്റ് കൂടുതൽ അസീസ്ക്ക് എടുത്തത് അനു. ഇല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് നമുക്ക് നിർത്തായിരുന്നു. നോ പ്രോബ്ലം. ഇവനെ എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാ. എന്താ കൊച്ചു കള്ളൻ. ഇപ്പൊ നൂൽപന്തില് നമ്മൾ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ അസിസ്കയുടെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോ ഏത് ടീമായിരിക്കും ഇനി ലീഡ് ചെയ്യാൻ പോണേ അറിയില്ല. ഏതെല്ലാം കൗണ്ട് ഡൗൺ നമുക്ക് കൊടുത്തു നോക്കാം. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഒറ്റവലി. ഒറ്റവലി അതാണ്. ഐഷു 6 അടിക്കാനല്ല കേട്ടോ പറഞ്ഞേ.
ഗുഡ് ഗുഡ് 1 point, 1-0. Try. Very good, 1-1. 2-1. Very good. Aishu, try. വലുതെടുത്ത് നോക്ക് വലുത് നോക്ക്. ഞാൻ എവിടെ നോക്കാം മാർക്ക് നോക്കിയോടെ ആ നോക്കാം. ഐഷു അത് കുഴപ്പമില്ല. വെരി ഗുഡ് 5-4. കാലുകൊണ്ട് ബാലൻസ് ചെയ്യൂ. അത് തന്നെ കളി. ആ എടി കൊച്ച അയ്യോ, പതുക്കെ. അയ്യോ കൊടുക്കൂ. അപ്പൊ ഞങ്ങളെ ഇപ്പൊ കുളിപ്പിക്കൂ. അയ്യോ ഐഷു. അടിപൊളി അടിപൊളി വെൽ പ്ലേ. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. അത് തന്നെ കൊടുക്ക. ആ കൊച്ചിന് ചിത്താന്തം മാറട്ടെ. എന്റെ കൊച്ചിനോടൊക്കെ പഠിപ്പിക്കല്ലേ, കൊച്ചിനറിയാതെ. എന്തെങ്കിലും അടി കൊള്ളാതെ വീട്ടിൽ പോവാം ചാട്ടവാറിന്. വേഗം ആ അത് പൊട്ടിച്ചു കഴിഞ്ഞു. ശരിക്കും ജെസ്സിയിലെയും അതുപോലെ തന്നെ ഐശ്വര്യം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ നടക്കുക എന്നുള്ളത് ഭയങ്കര നമുക്കൊരു ടെൻഷനാണ്. കാരണം ഇവർ അങ്ങനെയാണ് ഗെയിം കളിക്കുക. ഈ പ്രോപ്പർട്ടീനെ അടുത്ത ടീം മെമ്പേഴ്സിനെ കളിക്കാൻ വെച്ചിട്ടുണ്ടോ കുട്ടി? ഉണ്ട് അല്ലേ? ഓക്കെ. സോ ഓൾ ടോട്ടൽ നമ്മൾ ഈ ഒരു റൗണ്ടിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐശ്വര്യ ഇത് എന്ത് പറ്റിയത്? അല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടൊക്കെ പൊട്ടിക്കണ്ടേ? ഐശ്വര്യ ഇപ്പൊ ടോട്ടൽ എത്ര എണ്ണം പൊട്ടിച്ചിട്ടുള്ളതെന്ന് അറിയോ? ജെസ്സിലെ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ 13 എണ്ണാണ്. എന്നാൽ ജെസ്സിലെ പൊട്ടിച്ചിട്ടുള്ളത് വെറും 6. That means ഈ ഒരു റൗണ്ടില് കറിയാൻ വരികയാണോ? വെള്ളത്തിൽ മുങ്ങാൻ പോവാണോ? ഒന്നുമില്ല, ബിനിച്ചേട്ടന്റെ ടീമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ബിനിച്ചേട്ടൻ ആൻഡ് ടീം. സോ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അവിടെ ആന കളിക്കണോ? അടിപൊളി അടിപൊളി. അതെങ്ങനെയും പൊട്ടിയില്ലേ? സമയം ഏകദേശം തീരാറായി തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ് 1 point to അനു. രണ്ടായി ആറ്റാൽ അമ്മച്ചിയാണ് മൂന്ന്. വെരി ഗുഡ്. 4-3. തലത്തിൽ പൊക്കി വെച്ചാൽ പറ്റിയാണ്. അയ്യോ കൈ കണ്ടൊക്കെ പിടിക്കണോ? വെരി ഗുഡ് 4-4. ഈക്വൽ ആണ്. 5-4. ഗെയിം ഇതാ നല്ല വാശിയേറിക്കൊണ്ടിരിക്കുകയാണ്. 5-4 ആണിപ്പോ. 6-4. ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ബിനു വാടിമാലിയുടെ ചൂണ്ണാക്കുട്ടി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണ്. സമയം കഴിഞ്ഞു. ഈ ഒരു ഗെയിം കഴിയുമ്പോ സ്കോർ ചെയ്തിട്ടുള്ളത് ബിനിച്ചേട്ടന്റെ ടീം ടോട്ടൽ 22 ആൻഡ് നമ്മുടെ നെൽസന്റെ ടീം ടോട്ടൽ 19. അപ്പോ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ആൻഡ് ടീം.
ആപ്പ് ആയിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പ്. എനിക്കറിയാം ഒരുവിധം എല്ലാവരും ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡൗൺലോഡ് ചെയ്യാത്തവരോട് ഒന്ന് പറഞ്ഞുതരാം. അതായത് 90+ മൈ ട്യൂഷൻ ആപ്പിന്റെ പ്രത്യേകത, കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അതായത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ വളരെ ഈസി ആക്കിയിട്ട് ആനിമേറ്റഡ് ഫോർമാറ്റിലായിട്ടായിരിക്കും നിങ്ങൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ സെൻഡ് ചെയ്ത് തരുന്നത്. അത് മാത്രമല്ല, വൺസ് നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല. സോ പഠനം കൂടുതൽ ഈസിയർ ആക്കൂ നമ്മുടെ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. അങ്ങനെ ഇന്നത്തെ സ്റ്റാർ മാജിക്കിന്റെ സമയം ഇവിടെ തീരാണ്. അപ്പൊ ഇതിലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക്, co-powered by Eastern, Yamaha Festive Bonanza and Joy Alucard.